BJP-ക്കാര് കൂട്ടത്തിൽ ഒരു ബദൽ സംഗമം സംഘടിപ്പിച്ചു. എന്നിട്ട് അവിടെ നടത്തിയ പ്രസംഗം ഓർമ്മയിലേക്ക് ബാബര് എന്ന് പറഞ്ഞാൽ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. അപ്പൊ ശബരിമല വിശ്വാസികൾ, ആ വിശ്വാസികളുടെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി. പക്ഷേ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ UP മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചു എന്ന് പറയുന്ന ഗുരുതരമായ പഴവ് സംഭവിച്ചു. അത് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അവിടെയും തീർന്നില്ല. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ BJP കേരളീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ഇടപെടുന്ന ഒരു പ്രത്യേക പാറ്റേൺ വെച്ചിട്ടാണ്. രാജ്യത്താകെ BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സവർണ സമ്പന്ന മേധാവിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഹിന്ദു രാഷ്ട്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ BJP ഈ പണ്ട് ഗോൾവാൾക്കർ ഈ സാധനമൊക്കെ തയ്യാറാക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നിയമസംഹിത മനുസ്മൃതിയാണ് എന്നൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പില്ല. സവർക്കർ എഴുതി വെച്ചല്ലോ, ഇന്നും ഇന്ത്യ രാജ്യത്തെ കോടാനുകോടിയായി വരുന്ന ഹൈന്ദവ വിശ്വാസികൾ പിന്തുടരുന്ന ജീവിതക്രമം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്താ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ബ്രഹ്മാവിനുണ്ടായിട്ടുള്ള മനുഷ്യകുലം, മുഖത്തു നിന്നുണ്ടായവൻ ബ്രാഹ്മണൻ, തൊട്ട് താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നുണ്ടായവൻ ക്ഷത്രിയൻ, ഉടലിൽ നിന്നുണ്ടായവൻ വൈശ്യൻ, കാൽപാദങ്ങളിൽ നിന്നുണ്ടായവൻ ശൂദ്രൻ, ഇതെല്ലാം ചേർന്ന് 4 വർണ്ണം. ആ 4 വർണ്ണം എന്ന് പറഞ്ഞാൽ സവർണരാണ്. അതിൽ ശൂദ്രൻ ഏറ്റവും താഴെയുള്ളവനാണ്. ഓ മറ്റുള്ളവർക്ക് വേണ്ടി അടിമപണി ചെയ്യേണ്ടവനാണ്. എന്നാൽ 4 വർണ്ണം കഴിഞ്ഞ് പിന്നെയും മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ മനുസ്മൃതി പഞ്ചമന്മാരെന്ന് വിളിച്ചു. അവരാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങൾ. പഞ്ചമന്മാരാ, വർണ്ണുള്ളവരല്ല. വർണ്ണുള്ളവർ 4 ഉള്ളൂ, ശൂദ്രൻ വരെയുള്ളൂ. അങ്ങനെയുള്ള മനുസ്മൃതി ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നിയമസംഹിതയാണ് എന്ന് ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ താത്വിക ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി പുതിയ മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂരി വരെ യോജിക്കുക. അങ്ങനെ വന്നപ്പോഴാണ് അതിനെന്താ വഴിയെന്ന് കണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഉത്തർപ്രദേശിൽ നേരത്തെ മായാവതിയും ഇപ്പോഴത്തെ മുലായം സിംഗ് യാദവ് വിഭാഗത്തെയും മായാവതി ദളിത് വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഒരു ജാതി പൊളിറ്റിക്സ് ആണ് അവിടെ ഉണ്ടായത്. BJP സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഇതിനെല്ലാം ഒന്നിപ്പിച്ചു. എങ്ങനെ ഒന്നിപ്പിച്ചെന്നറിയും? വിവിധ ജാതി ഉപജാതി സഖ്യങ്ങൾ ഉണ്ടാക്കി. ആ ജാതി ഉപജാതി സഖ്യങ്ങളെ, ഈ ജാതി ഉപജാതി എന്ന് പറഞ്ഞ എല്ലാവരും പരസ്പരം വലിയ വൈരുദ്ധ്യമുണ്ട്. ദളിതരെതിരാണ് ഉന്നത ജാതിക്കാരുടെ സംഘടനക്കാർ, എല്ലാവരും എതിരാ, പരസ്പരം അടിയ. പക്ഷെ അവരെല്ലാം യോജിപ്പിച്ച് ഒറ്റ അജണ്ടയിൽ ഈ ജാതി ഉപജാതി സംഘങ്ങളെയാകെ ന്യൂനപക്ഷ വിരോധം എന്ന് പറയുന്ന, വർഗീയത എന്ന് പറയുന്ന ഒറ്റ അജണ്ടയിൽ യോജിപ്പിച്ചു. എല്ലാവരുടെയും മനസ്സിൽ മുസ്ലിം വിരോധം കുത്തിച്ചേർത്തി. അതാണ് BJP നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇന്ത്യയിലാകെ BJP ചെയ്യുന്നതാണ് ജാതി ഉപജാതി സഖ്യങ്ങളെ വർഗീയമായി യോജിപ്പിക്കുക, എന്നിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. അതിനുവേണ്ടി കേരളത്തിൽ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, ആ സമയത്താണ് വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെ പിടിക്കുകയും അതിന്റെ ഭാഗമായി BDJS ഉൾപ്പെടെ ഉണ്ടാക്കുകയും മലബാർ മഹാസംഘം ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ടാക്കി വലിയ നിലയിൽ BJP ഇടപെടുകയും ചെയ്ത സമയത്ത് ശക്തമായി നമ്മൾ രംഗത്ത് വന്നു. നമ്മൾ പറഞ്ഞു SNDP എന്ന് പറഞ്ഞാൽ RSSന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സംഘടനയല്ല. അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ വർഗീയവാദികളുടെ കീഴിൽ അണിചേർക്കാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞ് ശക്തമായി നമ്മൾ രംഗത്ത് വന്നു. ഇങ്ങനെ വിവിധ ജാതി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയമായി ജനങ്ങളെ, ഈ സംഘടനകളെല്ലാം യോജിപ്പിക്കാൻ വേണ്ടി RSS ശ്രമിച്ചപ്പോഴാണ് കേരളത്തിൽ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയത്. അതിന്റെ പേരാണ് നവോത്ഥാന സമിതി. കേരളത്തിലെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ജാതി സംഘടനകളുടെ ചരിത്രം എടുത്ത് നോക്കൂ. ആ ജാതി സംഘടനകളെല്ലാം ആ ഘട്ടത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരായി സമരം നടത്തിയ സംഘടനകളായിരുന്നു. ഇപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ സമരം എതിരായി,
അതൊക്കെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അന്ന് ബ്രാഹ്മണ വിഭാഗത്തിൽ ഏറ്റവും ഉന്നത എന്ന് വിചാരിക്കുന്ന ബ്രാഹ്മണ വിഭാഗത്തിലുള്ള വിവേചനം. എന്താ വിവേചനം? മൂത്തയാൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ, ഇളയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല സ്വജാതിയിൽ. അതുകൊണ്ട് ബ്രാഹ്മണ വിഭാഗത്തിലെ സ്ത്രീകള് വിവാഹം കഴിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോൾ മൂത്തയാള് കുറെ ആള് കല്യാണം കഴിച്ച് അവസാനം ജീവിതാന്ത്യത്തിൽ കല്യാണം കഴിക്കുക. ഈ പരിണയം എന്ന് പറയുന്ന സിനിമകൾ കണ്ടില്ലേ, അവസാനം കഴിച്ചുകൊണ്ടിരിക്കും. എന്നാ താനെ ഇളയ ആളുകൾക്ക് അപ്പനമ്പൂരിമാരെന്നാ പറയാ, ഈ അപ്പനമ്പൂരിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല സ്വജാതിയില്. പക്ഷേ അതിന് പകരം സംബന്ധം കൂടാം, നായർ സ്ത്രീകളുമായിട്ട് സംബന്ധം കൂടാം. സംബന്ധം കൂടിയിട്ട് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പക്ഷെ ആ കുട്ടിക്ക് അച്ഛനെ അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശമില്ല. അതിനെതിരായിട്ടാണ് അന്നത്തെ പത്മനാഭന്റെ സമരം. അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ അവകാശമില്ല. വീട്ടിൽ വട്ടതിരിപ്പാട് ഈ പറയുന്ന അപ്പനമ്പൂരിയായിരുന്നു. ആ പ്രസ്ഥാനം അങ്ങനെ വന്ന എല്ലാ വിഭാഗത്തിലും. അന്ന് ബ്രാഹ്മണ വിഭാഗത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒരു കമ്പെടുത്തിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട കീഴ്ജാതിയിൽപ്പെട്ട ഒരാൾ എഴുതി കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഭ്രഷ്ട് കേൾപ്പിക്കും, എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കും. ഈ ആളുടെ കൂടെ പോയിക്കോളെന്ന് പോകാൻ പറയും. അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. ആചാരത്തിന്റെ പേരാണ് കുലപ്പേടി മണ്ണാപ്പേടി. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നെറ്റിൽ കൊടുത്ത് സെർച്ച് ചെയ്ത് വെക്കും, കുലപ്പേടി മണ്ണാപ്പേടി. ഇങ്ങനെ എന്തൊക്കെ ആചാരങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള അനാചാരങ്ങൾ അത് എല്ലാ ജാതി വിഭാഗങ്ങളിലും. അതിനെല്ലാം എതിരായിട്ടുള്ള സമരമായിരുന്നു നവോത്ഥാന സമരം. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. നിങ്ങൾ നോക്കൂ, എന്റെയും നിങ്ങളുടെയും അച്ഛനപ്പൂമാർക്ക് മുട്ടരിയുടെ മുണ്ടെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? വഴി നടക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? സ്ത്രീകൾക്ക് മാറി നടക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ അവകാശം ഉണ്ടായിരുന്നോ? ആ ഘട്ടത്തിലാണല്ലോ ഉജ്ജ്വലമായ നവോത്ഥാന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉയർന്നു വരുന്നത്. ആ നവോത്ഥാന പ്രസ്ഥാനം ക്ഷേത്രപ്രവേശന സഭയുടെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകളോട് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ചരിത്രം RSS മുന്നോട്ടേക്ക് പോകുന്ന പ്രത്യയശാസ്ത്രമായ ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രമല്ല. അതെല്ലാം നിങ്ങളുടെ ചരിത്രം. അതിനെതിരായി, മനുസ്മൃതിക്കെതിരായി, ചാതുർവർണ്ണത്തിനെതിരായി പോരാടിയ ചരിത്രമാണ് ഈ സംഘടനകളുടെ ചരിത്രം. അതുകൊണ്ട് അതാണ് നവോത്ഥാനം. ആ നവോത്ഥാനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അങ്ങനെയാണ് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാകുന്നത്. ആ സമിതി ഉണ്ടായപ്പോ അതിന്റെ നേതാവായിട്ട് വന്നു SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ. അതാണ് വസ്തുത. അയാളാണെങ്കിൽ മലപ്പുറം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവന നടത്തിയപ്പോ ആ പ്രസ്താവനക്കെതിരായിട്ട് പാർട്ടി സ്റ്റേറ്റ്മെന്റൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷെ അത്ര ശക്തിയിൽ കൊടുത്താൽ പോരായിരുന്നു, കുറെ കൂടി ശക്തമായി കൊടുക്കണമായിരുന്നു. എന്താണത്തെ പ്രകടനം? വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ തുറന്നുവിട്ടിരിക്കുകയാണ്. അത് പിണറായി വിജയൻ തുറന്നുവിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പേരെന്നാണ് പ്രചരിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് ചെന്നിത്തലയോട് ചോദിച്ചില്ലേ? ചെന്നിത്തല മിണ്ടിയോ? വായി തുറന്നോ? തുറന്നില്ല. CPIM ആ സമയത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ചിലര് നടത്തുന്ന പ്രസ്താവന അനുചിതമാണ്, അത് കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കുന്നതാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരാ, കുറെ കൂടി നിശ്ചിതമായി പറയണമായിരുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. കുറെ കൂടി നിശ്ചിതമായി പറയണമായിരുന്നു. ആ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ മതനിരപേക്ഷതയെ, ഒരുപക്ഷെ ശ്രീനാരായണ പ്രസ്ഥാനം മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന സമീപനം സ്വീകരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ CPMന്റെ നേതാവൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ നിശ്ചിതമായി വിമർശിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM BJPയുമായി ഒത്തുകളിക്കുകയാണ് എന്ന് പറയുന്ന അടുത്ത നുണ പ്രചരിപ്പിച്ചു. ഇങ്ങനെ നുണകളുടെ കൂമ്പാരമാണ്. എന്തൊക്കെ നുണകളാ! വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കാറുണ്ട്. ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി കാണാൻ വേണ്ടി ആ സമയത്ത് പോയതായിരുന്നു നടേശൻ. കണ്ട് അവിടെയുള്ള ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് സംസാരിച്ച് 10-200 മീറ്റർ അപ്പുറമാണ്. എല്ലാ വണ്ടി അങ്ങോട്ട് പോവില്ല. മുഖ്യമന്ത്രി വണ്ടി കയറിയ പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾ കയറി. ഞാൻ ചോദിക്കട്ടെ, ആ സമയത്ത് ഇദ്ദേഹത്തെ കാറിൽ കയറ്റിയില്ല. മുഖ്യമന്ത്രി പറയാണ്, നിങ്ങൾ ഇതിനകത്ത് കയറാൻ പറ്റില്ല, നിങ്ങൾ നടന്നു വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നാട്ടിനോട് 4 ദിവസം ചർച്ച ചെയ്തായിരുന്നു. കാറിൽ കയറ്റുമെന്നല്ല പ്രശ്നം,
തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ നിശ്ചിതമായി വെള്ളാപ്പള്ളികളെ കുറെ കൂടി ശക്തമായി വിമർശിക്കണമായിരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കുറെ കൂടി ശക്തമായി വിമർശിക്കണമായിരുന്നു. അങ്ങനെ വിമർശിക്കാത്തത് കൊണ്ട് തെറ്റായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനുമെല്ലാം ഞങ്ങൾക്കെതിരായി നുണപ്രചരണം അടിച്ചുവിടാൻ അത് അവസരമൊരുക്കി. പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കേരളത്തിൽ BJP-യുമായി സന്ധി ചെയ്യുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇന്ത്യ മാർക്സിസ്റ്റോ ഇടതുപക്ഷമോ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിച്ചു? ഒരു ഘട്ടത്തിലും സ്വീകരിച്ചില്ല. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആരോപണം പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഡീൽ നടപ്പിലാക്കിയായിരുന്നില്ലേ ചെയ്തത്? 10-31 മണ്ഡലങ്ങളിൽ BJP-യുടെ വോട്ടുകൾ വാങ്ങിയില്ലേ? 10-11 മണ്ഡലങ്ങളിൽ BJP-ക്ക് നിങ്ങൾ വോട്ട് അങ്ങോട്ടേ കൊടുത്തില്ലേ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ട് അങ്ങോട്ട് കൊടുത്തില്ലേ? ഇതായിരുന്നില്ല കേരളത്തിന്റെ അനുഭവം. തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിന്റെ കൂടെ വലിയ നിലയിലുള്ള വർഗീയ പ്രചരണം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗും ചേർന്ന് നടത്തി. ഞാൻ കല്യാശ്ശേരിയിൽ ഒരു ഇടത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ചു, ന്യൂനപക്ഷ വർഗീയത തകർത്താടിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു സംശയവും വേണ്ട. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി രേഖയുണ്ട്. അതിലെല്ലാം ഉപയോഗിക്കുന്ന വാക്കുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണലിസവും മറ്റൊരു മെജോറിറ്റി കമ്മ്യൂണലിസവും. ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വിഭാഗത്തിലുള്ള മനുഷ്യരെല്ലാം വർഗീയവാദികൾ എന്നാണ് അർത്ഥം. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെല്ലാം വർഗീയവാദികളാണ് എന്നാണ് അർത്ഥം. അന്ന് അത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ കൂടിയിൽ ചർച്ച, ന്യൂനപക്ഷങ്ങളെല്ലാം വർഗീയമായി വോട്ട് ചെയ്തു എന്ന് KK രാഗേഷ് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾ വർഗീയമായി വോട്ട് ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞോ? എത്ര നീചമായ രീതിയിലാണ് പറഞ്ഞ കാര്യങ്ങൾ വക്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനല് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി അവതരിപ്പിച്ച്. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയത തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ BJP-ക്കാർ പറയും. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുമ്പോ BJP-ക്കാരെ വിമർശിക്കുമ്പോൾ ഉടനെ തന്നെ പറയും ഇതാ ഹിന്ദുക്കളെയാണ് വിമർശിക്കുന്ന CPM. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പറയും ഇതാ മുസ്ലിമിനെയാണ് വിമർശിക്കുന്ന CPM. വർഗീയത വർഗീയത തന്നെയാ. വർഗീയതയും വിശ്വാസവും മതവിശ്വാസവും രണ്ടും രണ്ടാ. ലോകങ്ങളുടെ ഏറ്റവും വലിയ രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധി. ഏറ്റവും നല്ല രാമഭക്തൻ. മഹാത്മാഗാന്ധിക്ക് തന്റെ പ്രാർത്ഥന പൂർത്തിയാകണമെങ്കിൽ ഭഗവത്ഗീതയുടെ കൂടെ ബൈബിളും ഖുറാനും വായിക്കണമായിരുന്നു. ചുണ്ടിൽ എപ്പോഴും രാമമത. മഹാത്മാഗാന്ധിയുടെ അടുത്ത് ആര് പോയാലും അതേ ഉടനെ കൈകൂപ്പിട്ട് പറയും ഹേ റാം. കാരണം എന്താണെന്നറിയോ? മഹാത്മാഗാന്ധി വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരിലും രാമനുണ്ട് എന്നാണ്. ദൈവത്തിന്റെ പ്രതിരൂപമായി ഗാന്ധിജി കണ്ടത് ശ്രീരാമനെയാണ്. അതുകൊണ്ട് ആര് വന്നാലും ദൈവം വന്നു, ദൈവത്തിന്റെ അംശം വന്നുന്ന. അതുകൊണ്ട് ഉടനെ കൈകൂപ്പിട്ട് പറയും ഹേ റാം. ലോകങ്ങളുടെ ഏറ്റവും വലിയ രാമഭക്തൻ. എന്തിനാ ആ വിശ്വാസിയായ രാമഭക്തനായ മഹാത്മാഗാന്ധി കൊന്നുകളഞ്ഞത്? ഹിന്ദു അല്ലാത്തതുകൊണ്ടാ? ഹിന്ദു അല്ലാത്തതുകൊണ്ടാണോ? വിശ്വാസി അല്ലാത്തതുകൊണ്ടാണോ? ഒറ്റ കാരണം, രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളാണെന്ന് വിശ്വസിച്ചു. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങൾ തോറും മഹാത്മാഗാന്ധി പാടി നടന്നു ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈശ്വരനും അല്ലാഹുവും നിന്റെ നാമമാണ് എന്ന് പാടി നടന്നു. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞത്? ഭക്തിയില്ലാത്തതുകൊണ്ടല്ലോ. വർഗീയതയെ എതിർത്തതുകൊണ്ട്, മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാനായ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞത്? വർഗീയത ഒന്ന് വേറെയാണ്, മതവിശ്വാസം ഒന്ന് വേറെയാണ്. മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വേണ്ടി പോയ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട തീർക്കുന്നതിന് മുമ്പേ ഗോഡ്സെ വിളിച്ചു ജയ് ശ്രീരാം. ജയ് ശ്രീരാം എന്ന് വിളിച്ച ഗോഡ്സെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിന് നേരെ വെടിയുണ്ട തീർക്കുന്നത്. ആ വെടിയുണ്ടയിൽ പടഞ്ഞു വീണ് മരിക്കുന്നതിന് മുമ്പേ മഹാത്മാഗാന്ധിയുടെ ചുണ്ടിൽ നിന്നും വേദനയോടെ ദൈന്യതയോടെ വന്ന വാക്കുകളും ഹേ റാം എന്നായിരുന്നു. മഹാത്മാഗാന്ധി ഉരുവിട്ട അവസാനത്തെ വാക്കതായിരുന്നു ഹേ റാം. രണ്ടാളും പറയുന്നു ഹേ രാമന. പേര് രാമന. ഗോഡ്സെയുടെ രാമൻ പക്ഷെ ഒന്ന് പറയുക, RSSന്റെ രാമൻ എന്ന് പറയുക, സാധാരണ ഹൈന്ദവ വിശ്വാസിയുടെ രാമൻ എന്ന് പറയുക, ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുക. ആ ഇസ്ലാമിക മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ നോക്കൂ. അപ്പോ ഒരു പ്രസംഗം എന്താ പ്രസംഗം അറിയൂ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്
ഈ നമ്മുടെ ക്രിക്കറ്റ് പോയി തോറ്റുപോയത്? അവിടെ മത്സരിച്ചത് മുസ്ലിം അല്ലേ? എന്താ അവിടെ പ്രസംഗിച്ചത്? നമ്മുടെ മുസ്തഫ ഉമ്മ മരിച്ചപ്പോ മയ്യത്ത് നമസ്കരിക്കാത്ത ആളാണ് മുസ്തഫ. അടുത്ത പ്രചരണ മൂത്രമൊഴിച്ചാല് വൃത്തിയാക്കാത്ത ആളാണ് മുസ്തഫ. പ്രചരണം നടത്തിയില്ല. ഇത് കണ്ടില്ലേ വീഡിയോ? ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നത് ഒരു ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുക ഇസ്ലാം മതത്തിന്റെ ചര്യകള് നിർവഹിക്കാത്ത ആളാണ് ഇയാള് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം വർഗീയതയിലേ അത്. എല്ലാത്തവർക്കെതിരായിട്ട് വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തുക. നിങ്ങൾ നോക്കി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള നികൃഷ്ടമായ നീചമായ പ്രചരണം നടത്തി രഹസ്യമായിട്ട്. അതിന്റെ ഫലം ഇടതുപക്ഷം ദുർബലമായാൽ ഈ കേരളത്തിന്റെ മതനിരപേക്ഷത തകർന്നു പോകും, വർഗരാഷ്ട്രീയം ഇല്ലാതായി പോകും. അങ്ങനെ തകർന്നു പോകുമെന്ന് അറിയാത്തവരല്ല ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത വളർന്നാൽ അതിന് അനുസൃതമായി ന്യൂനപക്ഷ വർഗീയതക്കും വളരാൻ കഴിയും. രണ്ട് വർഗീയതക്കും പരസ്പരം ചൂണ്ടിക്കാണിച്ച് വളരാൻ കഴിയും. മതനിരപേക്ഷതയാണ് പക്ഷേ അവിടെ തകരുന്നത്. അതുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ട് ഞങ്ങൾ അന്നും നിലപാട് സ്വീകരിച്ച് ഇനിയും നിലപാട് സ്വീകരിക്കും. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികൾ എന്നല്ല അർത്ഥം. തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്ക്, എന്തൊക്കെ നീചമായ പ്രചരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ നടത്തിയത്. അത് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ജനറൽ പറഞ്ഞു 10 വർഷമായില്ലേ ഭരിക്കുന്നത്, ഒരു മാറ്റം നല്ലതല്ലേ? ചില്ലറയാണല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കേട്ടപ്പോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ എന്നാ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാണ്ടിരിക്കുന്ന നല്ല, കാരണം ജയിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ പാർട്ടിന്റെ കരുത്തൊക്കെ തുറന്നു പോയാലോ. പാവപ്പെട്ട നമ്മളെ തൊഴിലാളികളും പാവപ്പെട്ട സഹകളും വെച്ചാട്ടാ എന്ന് പറയും. എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ കൂട്ടത്തിൽ ഒരു ലിബറൽ ലെഫ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ജനറുണ്ട്. ജനറൽ വിചാരിച്ചാൽ മാറിക്കോട്ടെ. അതിന്റെ കൂട്ടത്തിൽ ഒരു പൊതുമാറ്റം എന്ന് പറയുന്ന സാധനം, അതിന്റെ കൂട്ടത്തിൽ ചില സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്ക് ചില പാളിച്ച പറ്റിപ്പോയി. എല്ലാം ചേർത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഇടതുപക്ഷം പരാജയപ്പെട്ടതോടുകൂടി ഇതാ എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി തിമർത്ത് തുടങ്ങാം. മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ പേരും വന്നു, പൂക്കി മുഖ്യമന്ത്രി, പൂക്കി സതീശൻ. ഇതിപ്പോ നടപ്പിലാക്കി. KSRTC സൗജന്യ യാത്ര നല്ലതന്നെ, അത് മോശം ഞങ്ങൾ പറയില്ല. പക്ഷെ നിങ്ങൾ KSRTC മുഴുവൻ കൊടുക്കുന്ന പോലെ അവസാനം ഓർഡിനറി ബസ്സിൽ മാത്രം കൊടുത്തിട്ട് ആളെ പറ്റിക്കുക. അപ്പൊ അവര് തന്നെ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് ഒരു മാസം ആകെ എല്ലാം ചേർത്ത് ഒരു വർഷം കൊണ്ട് 600 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ചെലവ് വരുന്നതാണ് കണക്ക്. 600 കോടി രൂപ നല്ല തന്നെ. 600 കോടി രൂപയ്ക്ക് ചെലവ് വരുന്ന പദ്ധതികൾ നടപ്പിലാക്കി നല്ലത് തന്നെ. പക്ഷേ അതേ VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് നടപ്പിലാക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റൊന്ന് വെട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അതാണ് പിണറായി സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി. 40 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി. 2 കാർഡുള്ളവർക്കേ കൊടുത്തുള്ളൂ. 2 കാർഡുള്ളവർ, ആ 2 കാർഡുള്ളവർ തന്നെ 40 ലക്ഷം വരും. എല്ലാവർക്കും കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഘട്ടം ഘട്ടമായി എത്രയായിരിക്കും വേണ്ടി പ്രതിവർഷം ചെലവ് എന്ന് അറിയിക്കൂ. അതിനുവേണ്ടി പ്രതിവർഷം ഒരു വർഷത്തിൽ വരുന്ന ചെലവ് 2600 കോടി രൂപയാണ്. 2600 കോടി രൂപ നൽകിക്കൊണ്ടിരിക്കുന്ന പദ്ധതി വെട്ടിച്ചുരുക്കി. ഈ കേരളത്തിലെ സ്ത്രീകളുടെ പോക്കറ്റിൽ നിന്ന് 2600 കോടി രൂപ അടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് 600 കോടി രൂപയുടെ KSRTC സൗജന്യം തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? സതീശന് ലാഭം 2000 കോടി രൂപയാണ്. പൂക്കൽ തന്നെയാണ് ഇതിന്റെ പേര്, പൂക്കൽ തന്നെയാണ്. ഇങ്ങനെ കള്ളച്ചിരിച്ച് ഉള്ളിലോട്ട വില്ലത്തരം കാണിച്ചുള്ള പറ്റിക്കലുണ്ടല്ലോ, ആ പറ്റിക്കലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം പോർട്ട് ആരുണ്ടാക്കിയതാ? ഉമ്മൻചാണ്ടിന്റെ കാലത്ത് ഒരു കരാറുണ്ടാക്കി. ആ കരാർ വരുന്നതിന് മുമ്പ് VS ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ
വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി അന്ന് ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പോ അന്ന് ടെൻഡർ വിളിക്കുന്ന സമയത്ത് വിഴിഞ്ഞം പോർട്ട് സമ്പൂർണമായി നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പോലെ, കൊച്ചി സിയാൽ പോലെ, കൊച്ചി എയർപോർട്ട് പോലെ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സീ പോർട്ട്, തുറമുഖം ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പോ ഒന്നാം സ്ഥാനത്ത് വന്ന കമ്പനിക്ക് ആ വർക്ക് അവാർഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ തുകക്ക് തുറമുഖം ഉണ്ടായിത്തരാമെന്ന് പറഞ്ഞ കമ്പനിക്ക് വർക്ക് കൊടുക്കാൻ പോയി. അപ്പോഴാണ് UPA ഗവൺമെന്റ് സമയമാണ്. UPA ഗവൺമെന്റ് പറഞ്ഞു ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഗ്ലോബൽ ടെൻഡറാണ്, ചൈനീസ് കമ്പനിയാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവ് ഇത് ഉണ്ടായിത്തരാന്ന് പറഞ്ഞു, പോർട്ട് ഉണ്ടായിത്തരാന്ന് പറഞ്ഞത്, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ആ ടെൻഡർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്യാൻസൽ ചെയ്ത് തുടർ നടപടിയിലേക്ക് നീങ്ങുന്ന സമയമാകുമ്പോഴേക്ക് സർക്കാർ അങ്ങ് മാറി. പിന്നെ വന്നു ഉമ്മൻചാണ്ടി സർക്കാർ. 4 കൊല്ലം ഒരു ചുക്കും ചൂണ്ടാമ്പും ചെയ്തില്ല. ആ സമയത്താണ് തിരുവനന്തപുരത്ത് തുടർച്ചയായ സമരം. നമ്മൾ മറന്നുപോയതാണ്. ആ സമരത്തിൽ ഏറ്റവും ഒടുവിൽ മനുഷ്യചങ്ങലയുടെ ഏറ്റവും ആദ്യത്തെ കണ്ണി അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി ആയിരുന്നു. മനുഷ്യചങ്ങല, ആ മനുഷ്യചങ്ങല ഉൾപ്പെടെയുള്ള വലിയ സമരം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നു. അതിന്റെ തൊട്ട് മുമ്പ് അദാനിയെ വിളിച്ചു വരുത്തി ഒരു കരാറുണ്ടാക്കി. എന്താ കരാറിന്റെ വ്യവസ്ഥ എന്നറിയും? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി അദാനിക്കും കൊടുക്കുകയാണ്. പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആകെ 5600 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കണം. പറഞ്ഞില്ല അദാനിന്റെയാണ്. അദാനിന്റെ ഒന്നല്ലെന്ന്. 5600 കോടി രൂപ ചെലവഴിക്കണം സംസ്ഥാന സർക്കാർ. അതാണ് ചെലവഴിക്കേണ്ടത് എത്രയാ? 2300 കോടി രൂപ. ഇപ്പൊ ചെലവഴിച്ച് വന്നപ്പോ 2400 കോടി രൂപ ആയി കണക്ക്. ശരി, 2400 കോടി രൂപ. 5600 കോടി രൂപ സംസ്ഥാനവും 2400 കോടി രൂപ അദാനിയും ചെലവഴിച്ചു. പോർട്ട് ഉണ്ടാക്കി. പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അദാനിയാണ്, പണം കൊടുക്കുന്ന സംസ്ഥാനമാണ്. അതിന്റെ കൂട്ടത്തിൽ 2400 കോടി രൂപ അദാനി ചെലവഴിച്ചു. ആയി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കരാർ അനുസരിച്ച് VGF എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത്ര വയബിൾ, ഇത് കുറെ കാലം കഴിയുമ്പോൾ ലാഭം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണ് VGF. എന്നിട്ട് ആ VGF എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് 871 കോടിയും സംസ്ഥാന ഗവൺമെന്റ് 871 കോടി രൂപയും ചേർത്ത് 1740 കോടി രൂപയോളം പിന്നെയും കൊടുക്കണം അദാനിക്ക്. അത് പോക്കറ്റ് മണിയാണ്. യഥാർത്ഥത്തിൽ അദാനി അതിനു വേണ്ടി ചെലവഴിച്ചത് 1000 കോടി രൂപയുടെ ചോളയാണ്. അവരോട് പറയുന്ന സമയത്ത് അവരോട് യാതൊന്നല്ല ഞങ്ങൾ അതിന് ചേർത്ത് ചെലവഴിച്ചു. യഥാർത്ഥത്തിൽ 1000 കോടി രൂപയുടെ ചോള ചെലവഴിച്ച അദാനി. അങ്ങനെയാ പുറത്തു വന്നേ. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോ ഉമ്മൻചാണ്ടിയുടെ കരാർ നോക്കി. ഈ കരാറിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സംസ്ഥാന സർക്കാർ പണം മുഴുവൻ ചെലവഴിച്ചിട്ട് 10-40 വർഷക്കാലം അദാനിക്ക് പോർട്ട് നടത്തിക്കൊണ്ടുപോവാ എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു അദാനിയെ ഒഴിവാക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു ടെൻഡർ വിളിക്കാൻ കഴിയുമോ? നിയമപരമായി പരിശോധിച്ചപ്പോ മനസ്സിലായി. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ പറഞ്ഞു അങ്ങനെ പറ്റില്ല, കാരണം ബൈൻഡിംഗ് ആയിട്ട് കരാറുണ്ട്. കരാറ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദാനി കോടതി പോകും. കോടതി പോയാൽ പിന്നെ പോർട്ട് ഒരിക്കലും വരില്ല. അഥവാ കേസിൽ അവസാനിച്ചു കഴിഞ്ഞാൽ തന്നെ അദാനിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് മുന്നോട്ട് പോയത്. എന്നിട്ടോ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും VD സതീശൻ കൂട്ടരും തടസ്സം. എന്തിനാണ് ഇത്ര വേഗം തുറമുഖം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇതിന്റെ ആവശ്യം? അതിനെതിരായിട്ട് പോർട്ടിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ സമരം. ആ സമരത്തിന് മുന്നിൽ പോയിട്ട് സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസംഗം, ഇടപെടൽ എന്തൊക്കെയാണെന്നു ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചു പറയുക. കേരളം ഭരിക്കുന്നത് ആ സമയത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരുന്നില്ല എങ്കിൽ അതിന് നേതൃത്വം നൽകിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ഓരോ കാരണവശാലും വിഴിഞ്ഞം പോർട്ട് വരില്ലായിരുന്നു, യാഥാർത്ഥ്യമാകില്ലായിരുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടായി? ഓക്കി ഉണ്ടായി, നിപ്പ ഉണ്ടായി, കോവിഡ് ഉണ്ടായി, എല്ലാം സ്തംഭിച്ചിട്ടും വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കി. ഉമ്മൻചാണ്ടിയുടെ കരാറനുസരിച്ച് പോർട്ട് സമ്പൂർണമായി പൂർത്തീകരിക്കേണ്ടത് 2045. അപ്പോ 2045 ഇടക്ക് പോർട്ടിന്റെ പ്രവർത്തനം ഡിലേ ആയി. അതിന് കാരണമുണ്ട്, ഡിലേ ആയി.
കോവിഡ് ഉൾപ്പെടെയുള്ള കാരണമുണ്ട്. പക്ഷേ അദാനിയുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സാധാരണ നിലയിൽ പൂർത്തീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിരിക്കുന്നു, അതുകൊണ്ട് അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് പോർട്ടിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ കഴിയണം. എന്നിട്ട് ഞങ്ങളൊരു അനുബന്ധ കരാറുണ്ടാക്കി. ആ കരാറനുസരിച്ച് 1-ാം ഘട്ടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. 2-ാം ഘട്ടത്തിന്റെയും 3-ാം ഘട്ടത്തിന്റെയും 4-ാം ഘട്ടത്തിന്റെയും തറക്കൽ ഒന്നിച്ചിട്ടു. എന്നിട്ട് ആ കരാറിൽ പറഞ്ഞു 2028 വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിക്കണം. 17 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കരാറനുസരിച്ച് പൂർണ്ണമായി പൂർത്തീകരിക്കേണ്ടത് 2040. അതാണ് 2028 പൂർത്തീകരിക്കാമെന്നുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അനുബന്ധ കരാറിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ഇച്ഛാശക്തിയുടെ പ്രതീക വിഴിഞ്ഞം പോർട്ട്. അത് ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് മാറുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കൂ, ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പ് നല്ല ആത്മവിശ്വാസമില്ല. എങ്ങനെ ആത്മവിശ്വാസം കിട്ടിയത് നമുക്കറിയില്ല. ആ ആത്മവിശ്വാസം ശരിയായിരുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. ശരിയാണ്. നേരെ പോയിട്ട് അദാനിയുമായിട്ട് ചർച്ച. ഞാൻ ചോദിക്കട്ടെ, എറണാകുളത്തുള്ള ഈ വി.ഡി. സതീശൻ മംഗലാപുരത്ത് പോകാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട്, ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ എറണാകുളത്ത് നിന്ന് മംഗലാപുരത്ത് വരെ പോകണമെങ്കിൽ 40 ലക്ഷം രൂപ മിനിമം വേണം ചാർട്ടേഡ് ഫ്ലൈറ്റ് കേട്ടാ. എവിടുന്ന പണം? ആരാ പണം കൊടുത്ത? വി.ഡി. സതീശൻ കൊടുത്തോ? അദാനി ഏർപ്പാടാക്കിയ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നേരെ മംഗലാപുരത്ത് പോയിട്ട് അദാനി അധികൃതരുമായിട്ട് ചർച്ച നടത്തുകയാണ് വി.ഡി. സതീശൻ. എന്താ ധാരണ ഉണ്ടാക്കിയത്? ആ ചർച്ച നടത്തി മുഖ്യമന്ത്രി ആയതോടുകൂടി തീരുമാനിച്ച പ്രകാരം കൃത്യമായി ഏതൊക്കെ വകുപ്പ് കയ്യിൽ വെക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സാധാരണ നിലയിൽ മുഖ്യമന്ത്രിമാരൊന്നും തുറമുഖ വകുപ്പ് കയ്യിൽ വെക്കൂല. തുറമുഖ വകുപ്പ് കയ്യിൽ വെക്കുകയാണ്, ധനകാര്യ വകുപ്പ് കയ്യിൽ വെക്കുകയാണ്, പരിസ്ഥിതി വകുപ്പ് കയ്യിൽ വെക്കുകയാണ്, നിയമ വകുപ്പ് കയ്യിൽ വെക്കുകയാണ്, പൊതുഭരണ വകുപ്പും കയ്യിൽ വെക്കുക. എന്താ ഇതിന്റെ പ്രത്യേകത? ഇപ്പോ ഒരു എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുവാൻ നിയമസഭയിൽ വി.ഡി. സതീശൻ മറുപടി പറയുന്നത് നിങ്ങൾ കേട്ടിനോ? ആ എംപവേർഡ് കമ്മിറ്റി ആരൊക്കെയാ? ഒന്ന് ചീഫ് സെക്രട്ടറി, പിന്നെയുള്ളവരാരൊക്കെയാ? ഒന്ന് തുറമുഖ വകുപ്പ് സെക്രട്ടറി, മറ്റൊന്ന് പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തെ നിയമ വകുപ്പ് സെക്രട്ടറി, പിന്നെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി. ഈ സെക്രട്ടറിമാരെല്ലാം കണ്ട് നേരെ ഫയൽ എടുത്തൊക്കെ വരിക. വേറൊരു മന്ത്രിന്റെ അടുത്തല്ല പോകും. എല്ലാത്തിനും മന്ത്രി ഒറ്റ ഒരാൾ, സാക്ഷാൽ വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ തീരുമാനിക്കുന്നതിന്റെ പച്ച മലയാളം എംപവേർഡ് കമ്മിറ്റി അല്ല. വി.ഡി. സതീശൻ തീരുമാനിക്കും. MSC എന്ന് പറയുന്ന കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഭീമനാണ് MSC. ആ MSC കൂടെ കപ്പലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ. വിഴിഞ്ഞം പോർട്ടിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വരുന്നത്. ഇപ്പൊ തന്നെ അവിടെ MSC ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് MSCക്ക് ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എത്രയോ കപ്പൽ വന്നു, 100 കണക്കിന് 1000 കണക്കിന് എത്രയോ കപ്പൽ വന്നു. ഒരു കപ്പലിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നർ എത്രയാണ്? ഏതാണ്ട് 30,000 എണ്ണാണ്. 27,000, 29,000, 30,000 ഒക്കെ വരുന്ന കണ്ടെയ്നർ. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ അത് കഴിഞ്ഞപ്പോ എന്നോട് ഒരു സഖാവ് വന്നിട്ട് ചെവിയിൽ പറഞ്ഞു, സഖാവേ പറഞ്ഞു തെറ്റിപ്പോയോ, 30,000 ആയിരിക്കുമോ? 3,000 അല്ലേ? അല്ല, 30,000 കണ്ടെയ്നർ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന പോർട്ട് ഇന്ത്യ രാജ്യത്ത് വേറെ ഇല്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പോർട്ടാണ് ആ പോർട്ട്. കേരളമാണ് ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ 871 കോടി രൂപ BGF ഉണ്ടല്ലോ, കേന്ദ്രം തന്നു പറയുന്നേ. ആ BGF നമ്മൾ തിരിച്ചടക്കണം. ചെറിയ പലിശയല്ല, 20% പലിശ. അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ തിരിച്ചടക്കണം എന്നാണ്. നിങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോൾ 20% പലിശ വരും. തിരിച്ചടക്കണ്ടേ? പൂർണ്ണമായി കേരളം ഉണ്ടാക്കിയ പോർട്ട്. ആ പോർട്ടിന്റെ 40 വർഷം അത് പ്രവർത്തിക്കാനുള്ള ഷെയറാണ് അദാനിയുടെ കയ്യിലുള്ള ഷെയർ. ആ ഷെയറിൽ 49% MSCക്ക് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. 49% വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അദാനിക്ക് കിട്ടുന്ന പണം എത്രയെന്ന് അറിയിട്ട് 13,200 കോടി. അദാനി പോർട്ടിന് വേണ്ടി ചെലവഴിച്ച തുക എത്രയാന്ന് അറിയിട്ട് BGF കളിച്ചാൽ BGF പിന്നെ കൊടുത്താൽ പോക്കറ്റ് പണിയാ, അതുകൂടി കഴിഞ്ഞ് കൊടുക്കണം. അദാനിയെ അവകാശപ്പെടുന്ന 2,400 കോടി രൂപ ചെലവഴിച്ചതാണ്.
2400 കോടി രൂപ ചെലവഴിച്ചു എന്ന് കണക്കാക്കുക. 2400 കോടി രൂപ ചെലവഴിച്ചിട്ട് അതിന് പ്രതിഫലമായി 49% മാത്രം ഓഹരി വെക്കുമ്പോഴേക്ക് 13,000 കോടി രൂപ പോക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു ഇടപാട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒറ്റയടിക്ക് എത്രയാ ലാഭം? 13,000 കോടി. 2400 കോടി രൂപയ്ക്ക് പകരം 13,000 കോടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അദാനിയുടെ പോക്കറ്റിലേക്ക് എത്തുന്നത്. ആ പോക്കറ്റിലേക്ക് എത്തുന്നതിനുള്ള വഴിയൊരുക്കി കൃത്യമായി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഡോക്ടർ ദിവ്യ സയ്യർ നല്ല ആ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയി ഡോക്ടർ ദിവ്യ അയ്യർ അവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ടായിരുന്നു. ആ നിയമക്കുരുക്കുകളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ അനുബന്ധ കരാർ 17 വർഷം മുമ്പേ വിഴിഞ്ഞം പോർട്ടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ദിവ്യ സയ്യർ. അത് മാത്രമല്ല, ആ കരാറിൽ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ 142 കോടി രൂപ ഫൈനായിട്ട് ചുമത്തും. ഫൈൻ എന്ന് പറഞ്ഞാൽ അദാനിയെ പോലുള്ള ഒരു കമ്പനിയുടെ മേലെ ഫൈന് ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റൂല. ഫൈൻ എല്ലാ വർഷം 142 കോടി 147 കോടി രൂപ ഫൈൻ. അങ്ങനെയുള്ള വ്യവസ്ഥ ഉണ്ടാക്കി 17 വർഷം മുമ്പ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ ഉണ്ടാക്കിപ്പിച്ചു. എന്നിട്ടോ ഓരോ ഘട്ടത്തിലും ഇടയ്ക്കിടെ എന്തെങ്കിലും ലംഘിച്ചുകൊണ്ടിരിക്കും. കണക്ക് വെച്ച കണക്കുകളില്ല. ഇതാണ് അവിടെ ഉണ്ടായിരുന്നു. അവസാനം എന്റെ നേരെ അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചു. പല സന്ദർഭങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിന്റെ മേധാവികള് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നു. മുഖ്യമന്ത്രി സാധാരണ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാല് നോക്കാം എന്നൊരു വാക്ക് ചിലപ്പം പറയും, അല്ലെങ്കിൽ തലയാട്ടും. എന്നിട്ട് ഞങ്ങളോട് പറയും പരിശോധിച്ചു തന്നു. ഞങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കും, ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കേൾക്കും. പക്ഷെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പോർട്ടിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ ചെയ്യുന്നതോ? നേരെ വന്ന് ദിവ്യ സയ്യരെ മാറ്റി. ആരാ ദിവ്യ സയ്യർ? വീട്ടിൽ പോയിട്ട് കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ രാഷ്ട്രീയ ഗുരുവാണ് കാർത്തികേയൻ. കാർത്തികേയന്റെ മകനാണ് ശബരിനാഥൻ. ശബരിനാഥന്റെ ഭാര്യയാണ് ദിവ്യ സയ്യർ. ആ ദിവ്യ സയ്യരെയാണ് മാറ്റിക്കളഞ്ഞത്. എന്റെ ഉദ്ദേശം ഒരു ഡീലും പുറത്തറിയരുത്. കാരണം ഇമാതിരി ഏർപ്പാടിന് പോയാൽ അവര് ചിലപ്പോ അതിനൊന്നും വകവെച്ച് കൊടുക്കൂല. നിയമപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ MSCക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വി ഡി സതീശൻ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അദാനിക്ക് MSCയുമായിട്ട് ഒരു കരാറുണ്ടാക്കാനും അതിനുവേണ്ടി സെബിക്ക് അപേക്ഷ കൊടുക്കാനുള്ള ധൈര്യം കിട്ടുമോ? ഞാൻ ഉറപ്പിച്ചു പറയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നുവെങ്കിൽ അങ്ങനെ ധൈര്യം പോയിട്ട് ചിന്തിക്കാനുള്ള കാര്യം പോലും അവര് അങ്ങനെ ഒരു ആലോചന പോലും അവർക്ക് നടത്താനുള്ള ധൈര്യം കിട്ടുമായിരുന്നില്ല. എന്താ വി ഡി സതീശനായപ്പോ ധൈര്യം? അതൊക്കെ മുൻകൂട്ടി ചർച്ച ചെയ്ത് റെഡിയാക്കി ചെവിയിൽ പറഞ്ഞ് നിങ്ങൾ പോയിക്കോ, ബാക്കിയെല്ലാം ഞാൻ പോയിക്കോളെന്ന് പറഞ്ഞ് ഉറപ്പാടാക്കിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെയുണ്ടായിരുന്നു. വിഴിഞ്ഞം പോർട്ട് വൃത്തിയാണ് ഇതിന്റെ ഫലമായി സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് അവിടെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനിക്ക് വൃത്തിയാണ്. എന്താ സംഭവിക്കുക? ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ രാജ്യത്തിൽ അധികം ഫ്ലൈറ്റ് ഒന്നുമില്ല. മറ്റു ഫ്ലൈറ്റുകളോട് പറയും ഞങ്ങളുടെ സൗകര്യത്തിൽ ബാക്കിയുള്ള സൗകര്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അവർക്ക് ആവശ്യമുള്ള സൗകര്യം കൊടുക്കില്ല. പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി വളർന്നുകൊണ്ടിരിക്കുന്ന പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. MSCയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ MSCയുടെ ഓപ്പറേഷൻ കുത്തകയായി മാറും. അത് മാത്രമല്ല, 2035 മുതൽ നമുക്ക് ലാഭവിഹിതം കിട്ടും. കിട്ടുന്ന എത്രയാണെന്നറിയോ? ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ കരാറനുസരിച്ച് ആദ്യത്തെ വർഷം 1%, രണ്ടാമത്തെ വർഷം 2%, 40 വർഷം എത്തുമ്പോ 40%. ഇങ്ങനെയാണ് ഓരോ വർഷം 1% കൂടി വരില്ല. ഇതാണ് കരാർ. 1% നമുക്ക് കിട്ടു മുഴുവൻ അതാണ് ഇതിന്റെ കയ്യിലാ പോവുക. പോർട്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മളൊരു അംഗീകാരം കൊടുത്തത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഈ ഷെയർ മുഴുവൻ കൈയടക്കി വെക്കുന്നതിലൂടെ പൂർണ്ണമായും പോർട്ടിന്റെ ഓപ്പറേഷൻ മാത്രമല്ല ഇതിന്റെ കണക്ക്. ആ കണക്കിനെ സംബന്ധിച്ച് MSC കപ്പൽ അവർ ഓടിക്കുന്നു. കപ്പൽ ഓടിച്ചിട്ട് അവര് ഒരു റേറ്റ് പറയുന്നു. MSC അദാനിയുടെ
മുന്ദ്ര പോർട്ടുമായിട്ട് നേരത്തെ തന്നെ എഗ്രിമെന്റ് ഉണ്ട്. മുന്ദ്ര പോർട്ട്, ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട് ഉണ്ട്. അവിടെ MSCക്ക് ചേരുന്നുണ്ട്. അവിടെ കൂടുതൽ തുക കൊടുത്തതായിട്ട് കാണിച്ച് ഇവിടെ കുറഞ്ഞ തുകയെ കൊടുത്തു എന്ന് കാണിച്ചുകൊണ്ടെല്ലാം എന്തെല്ലാം തട്ടിപ്പെടുത്താനുള്ള അവസരം എടുക്കും. പോർട്ട് അനുബന്ധ വികസനം, മറ്റ് കപ്പലുകൾ അവിടെ അടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതി, പൂർണ്ണമായി കുത്തകവൽക്കരിക്കും. കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തെ, വിഴിഞ്ഞം പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ വികസനം, അതാണ് ഇടതുപക്ഷ സ്വപ്നം കണ്ടത്. അതെല്ലാം MSC ഉൾപ്പെടെയുള്ള വൻകിട ബഹുരാഷ്ട്ര ഭീമന്മാരുടെ കയ്യിലേക്ക് അടിയറ വെച്ച് കേരളത്തെ വിൽക്കുകയാണ് പിണി സതീശൻ ചെയ്യുന്നത്. നിങ്ങൾ നോക്ക്, കേരളത്തെ വിൽപ്പനക്ക് വെച്ചിരിക്കുക. വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ബജറ്റ് അവതരിപ്പിച്ചല്ലോ, ആ ബജറ്റിൽ പറയുന്നത് എന്താ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ മദ്യനയത്തിൽ ഞങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തി. എന്താ മാറ്റം? ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യമൊക്കെ നടന്നത്. നമ്മുടെ TN ജോഷി, നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പേരാവൂരുള്ള അവിടെയുള്ള പയ്യാവൂരുള്ള പഞ്ചായത്ത് അവിടെയുള്ള ഒരു ബാങ്കിന്റെ പ്രസിഡന്റാണ് TN ജോഷി, കർഷക സംഘത്തിന്റെ നേതാവ്. അദ്ദേഹം കുറെ കാലമായിട്ട് സർക്കാരിനോട് ഒരു നിവേദനം എടുത്തു. എന്താണെന്നറിയും, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫെരി ഉണ്ടാക്കാനുള്ള അനുമതി തരണം. കശുമാങ്ങ കുറെ നഷ്ടപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുക, ഫെരി ഉണ്ടാക്കാനുള്ള അനുമതി തരണം. ഇത് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു, കാർഷിക ഉൽപ്പന്നങ്ങൾ, വെറുതെ കളയുന്ന ചക്കയുണ്ട്, മാങ്ങയുണ്ട്, വെറുതെ പോകുന്ന കുറെ സാധനമുണ്ട്, കശുമാങ്ങയുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം. കാർഷിക ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് മൂല്യവർദ്ധിത ഉൽപാദനം ഉണ്ടാക്കുമ്പോൾ കൃഷിക്കാർക്ക് വരുമാനം കിട്ടും. അതുകൊണ്ട് സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ഇങ്ങനെ ഉണ്ടാക്കട്ടെ എന്നുള്ള തീരുമാനം നിർമ്മാണമാണ്. അങ്ങനെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ചെയ്തതെന്നറിയോ? കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിനെ കുറിച്ചല്ല പറയുന്നത്, ബെക്കാഡിയുടെ മദ്യമാണ്. ബെക്കാഡിയുടെ മദ്യം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യമാണ്. LDFന്റെ നയം കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യമാണ്. UDF മാറ്റി ബെക്കാഡിയുടെ മദ്യം ഉണ്ടാക്കൽ, സ്പിരിറ്റിൽ തന്നെയുള്ള അതിന്റെ ശതമാനം കുറച്ചിട്ട് സ്പിരിറ്റിൽ തന്നെയുള്ള മദ്യം ഉണ്ടാക്കൽ. പിന്നെയോ നികുതി സംബന്ധിച്ച് LDF ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടേ ഇല്ല. ബെക്കാഡി പണ്ടേ ഞങ്ങൾക്ക് ഒരു അപേക്ഷ തന്നു 2023. ആ അപേക്ഷ, ഏതൊരു അപേക്ഷ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയാലും അതിന്റെ അകത്ത് എക്സാമിന് നമ്മൾ താഴോട്ട് കൊടുക്കും. പരിശോധിച്ചിട്ട് വരുന്ന സമയത്ത് ഫയലായിട്ട് വരുന്ന സമയത്ത് അവിടെ വെച്ചേന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? ഇവരുടെ ബെക്കാഡി ഉൽപ്പന്നം നികുതിയൊക്കെ ബന്ധപ്പെട്ട വിഷയം അവിടെ വെച്ചതെന്ന് പറഞ്ഞു. 2023 കൂട്ടി വെച്ചത് 2023. എന്നിട്ട് ഇപ്പൊ 2026 3 വർഷം കഴിഞ്ഞപ്പോ VD സതീശൻ മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ ആ ഫയലങ്ങ് ജപ്തി ചെയ്യാൻ തുടങ്ങി. VD സതീശന്റെ ഓഫീസിലെത്തി 16-ാം തീയതി ഓഫീസിലെത്തി, 17-ാം തീയതി ഉത്തരവ്. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രി ഓഫീസിലെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം മുഖ്യമന്ത്രി വ്യത്യസ്ത വകുപ്പുകൾ കാണണം, ക്യാബിനറ്റിൽ പോകണം, ചീഫ് സെക്രട്ടറി കാണണം. അതൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ചുരുക്കി 1 മാസമാണ്. ഞാനവിടെ ഇരിക്കുകയാണ് കുറച്ച് ബന്ധപ്പെട്ട വകുപ്പൊക്കെ കാണണമല്ലോ, അവരുടെ പരിശോധന നടക്കണമല്ലോ. ഇതൊന്നുമില്ലാണ്ട് ഒറ്റയടിക്ക് 1 മിനിറ്റും 3 മിനിറ്റൊക്കെയാണ് ചില സെക്ഷനുകളിൽ ഈ ഫയലാണ് കിടക്കുന്നത്. വിളിച്ചു പറഞ്ഞ് വേഗം ഒപ്പിട്ട് വിട്ടതെന്ന് പറഞ്ഞ് അങ്ങ് അടിച്ച് പാസ്സാക്കി വിടുകയാണ്. ഇത് ചെയ്തെന്താ? ബെക്കാഡിയുടെ മദ്യത്തിന് നിലവിൽ 251% നികുതി. നേരത്തെ നമ്മൾ വിളിക്കുമ്പോ 251%. ആ മദ്യത്തിന്റെ നികുതി 120% കുറച്ചു കൊടുത്തു. ഇങ്ങനെയുണ്ട്. എന്നിട്ട് VD സതീശൻ പറയാണ്, നിങ്ങളുടെ മദ്യനയത്തിലും വീര്യം കുറഞ്ഞ മദ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങനെ നുണ പറയുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, പേരുന്നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി പോയിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി ഈ കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പേരുന്നുണയല്ലേ VD സതീശൻ. ഇടതുപക്ഷത്തിന്റെ മദ്യനയവും നിങ്ങൾ പ്രതിഷേധിച്ചുള്ള നികുതിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്നിട്ട് പറയാണ്, ഞങ്ങള് UDF ചർച്ച ചെയ്ത് തീരുമാനം നടപ്പിലാക്കും. അത് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ശരി, ചർച്ച ചെയ്ത് തീരുമാനം അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. നോക്കുമ്പോഴത്തെ കഥ ധനബില്ല് വരുന്നു. ധനബില്ല് എന്ന് പറഞ്ഞാൽ അത് നികുതി നിശ്ചയിക്കുന്ന ബില്ലാണ്. ആ ബില്ല് കൃത്യമായി നികുതി നിശ്ചയിച്ചിട്ട് വരുന്നു. അത് നിയമമായി കഴിഞ്ഞാൽ പിന്നെ UDF അല്ല, അതിന്റെ അപ്പുറത്താള് ചർച്ച ചെയ്താലും കാര്യമുണ്ടോ? അത് നിയമമായി മാറിയില്ലേ? നിയമത്തിന്റെ വേലയാണോ UDFന്റെ യോഗം?
നമുക്ക് മദ്യ മുതലാളിമാർക്ക് ഒറ്റ വർഷം കൊണ്ട് 600 കോടി രൂപ ബെക്കാണിക്ക് മാത്രം കിട്ടുന്നേ. കർണാടകയിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ട് കോടികൾ. ആ കോടികളുടെ നന്ദി ഇതാ കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന് എത്ര ദിവസമായി? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സർക്കാരിന് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുന്നു? എല്ലാ മേഖലയിലും അഴിമതിയുടെ, അക്ഷരാർത്ഥത്തിൽ അഴിമതിയുടെ മൂടുപടലത്തിലേക്ക്, അഴിമതിയുടെ പൂക്കിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ അനുഭവം. എവിടെ കോടികൾ ഈ കേരളത്തിൽ കൊള്ള ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അതിന്റെ കൂടെ BJP-യോട് മിണ്ടൂല, ഗവർണറോട് മിണ്ടൂല. നിങ്ങൾ നോക്കിയപ്പോ സർവകലാശാലയുടെ VC-മാരെയൊക്കെ RSS-കാർ വെച്ചുകൊണ്ടിരിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും BJP-കാരനെ വെച്ചു എന്ന് പറഞ്ഞ് പറയുന്നത് KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്, നമ്മളല്ല. VD സതീശൻ ഇപ്പൊ BJP-ക്ക് വേണ്ടി കേരളം ഭരിക്കുന്നവര്, BJP-ക്ക് വേണ്ടി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി VD സതീശൻ മാറിയില്ലേ? ഈ BJP എന്ന് പറയുന്നു അതൊക്കെ ചെയ്തു. MG സർവകലാശാല സെനറ്റിലേക്ക് 19 ആളെ നോമിനേറ്റ് ചെയ്തു, എല്ലാം RSS-കാർ. എന്നൊരു പ്രതിഷേധം പറയണ്ടേ? ഒന്നും മിണ്ടണ്ടേ? തിരിച്ചെന്താ പറയണ്ടേ? എന്തായാലും നേരത്തെ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളില് RSS-കാരെ കുത്തി കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെ പ്രതിരോധിച്ചു കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള സൗന്ദര്യപ്പണക്കാണ്. ഓർമ്മയിലേക്ക് RSS-നെ കുത്തിച്ചേർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെ പ്രതിരോധിച്ചതാ അന്ന്. ഇപ്പോഴോ RSS-ന് വഴിയൊരുക്കുന്ന ഒരു മന്ത്രിസഭയായി, ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയല്ലേ. ഒരു മാസം കഴിയുമ്പോഴേക്കുള്ള ഈ ചിത്രം ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മുടെ നാട് നേടിയ നേട്ടങ്ങളാകെ തകർക്കുന്നവരെല്ലാം ചേർന്നുകൊണ്ട് അതിനെതിരായി അതിശക്തമായ പോരാട്ടങ്ങൾ ഈ കേരളത്തിൽ ഉയർന്നു വരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുപ്പിൽ, ത്രിപുരയിലുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സമയത്ത് നമ്മൾ കണ്ടു ഇന്ത്യ രാജ്യത്താകെ അലയൊടിച്ച് ഉയർന്ന അതിശക്തമായ കർഷക പ്രക്ഷോഭങ്ങൾ. ആ കർഷക പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന മനുഷ്യർ, അവിടെ ഉയർന്നു വന്നിട്ടുള്ള കൊടി, ആ കൊടിയുടെ നിറം ചെമ്പതാകിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ആ ചെമ്പതാകിയോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ പോരാടുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ കരുത്ത് വീണ്ടെടുത്തുകൊണ്ട് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടങ്ങൾക്ക് ഈ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക്, ആ പോരാട്ടങ്ങളിലേക്ക് നയിക്കാൻ തീർച്ചയായും നമുക്ക് പ്രാപ്തി നേടേണ്ടതായിട്ടുണ്ട്. അതിന് പറ്റുന്ന നിലയിലേക്ക് പുതിയ അടുത്ത ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിലേക്ക് നാം മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് ബാലേട്ടന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.